വോട്ടുണ്ടോ? നിങ്ങൾ ഇതുവരെ പത്തനാപുരത്ത് ഇതുവരെ കാണാത്ത ഒരു ചിഹ്നമാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്ത് പറയുന്നു? നല്ല സന്തോഷം ചിഹ്നത്തിന്. ഈ ചക്ക ചിഹ്നം ആദ്യമായിട്ടാണോ കാണുന്നത്? അതെ അതെ. ചക്ക കഴിച്ചിട്ടുണ്ടോ? പിന്നെ ചക്ക കഴിച്ചിട്ടുണ്ട്. ചക്ക മായം ചേർക്കാത്ത ഒരു ഭക്ഷണ പദാർത്ഥമാണ് ചക്ക, അറിയോ? അതെ. പണ്ട് കാലങ്ങളിൽ ചക്ക കഴിക്കുന്നവർ 90 വയസ്സിന് മുകളിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അത്തരം ചക്ക കിട്ടാൻ സാധ്യതയില്ല, ആരും കഴിക്കാറില്ല. ആയിരിക്കും. എന്തായാലും ആ ചിഹ്നത്തോട് യോജിക്കുന്നു, ആ പാർട്ടിയോട് യോജിക്കുന്നുണ്ടോ? പാർട്ടിയോട് യോജിക്കുന്നു. എന്താണ് വോട്ടാർക്കാണ്? NDA. തീർച്ചയായും. NDAയുടെ ഇപ്പൊ ചിഹ്നം ചക്കയാണോ? ചക്ക ചിഹ്നത്തിനായിട്ട് കുഴപ്പമൊന്നുമില്ല. മത്സരിക്കുന്ന NDAയുടെ സ്ഥാനാർത്ഥി ശ്രീ അനിൽ പിള്ള ചക്കയുമായിട്ട് ജനങ്ങളെ വോട്ടേഴ്സിനെ തേടുന്ന കാഴ്ചയാണ് ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ക്രിസ്ത്യൻ പള്ളികളിലും ക്ഷേത്രങ്ങളിലുമാണ് ഇന്ന് അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിച്ചത്. ആരാധനാലയങ്ങളിൽ ഇന്ന് എത്തുന്നവരെ കാണുവാനും അവരിൽ നിന്നും വോട്ട് അഭ്യർത്ഥിക്കാനും വേണ്ടിയാണ് ഇന്ന് പത്തനാപുരം മണ്ഡലങ്ങളിൽ കൂടുതൽ സമയം അദ്ദേഹം ചെലവഴിക്കുന്നത്. എന്തായാലും വ്യത്യസ്തമായിട്ട് ചക്കയുമായിട്ട് ചെല്ലുമ്പോൾ ഇത് പ്ലാസ്റ്റിക് ചക്കയാണോ അതോ ഇത് ഒറിജിനലാണോ അല്ലേ എന്നൊക്കെ ജനങ്ങൾ കൗതുകത്തോടെ ചോദിക്കുകയും എന്തായാലും ആദ്യമായിട്ടാണ് ഈ കൊല്ലം ജില്ലയിൽ തന്നെ പത്തനാപുരം മണ്ഡലങ്ങളിൽ 2020 എന്ന് പറഞ്ഞ പാർട്ടിയുടെ കൂടെ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നിരിക്കുന്ന ശ്രീ അനിൽ പിള്ള വോട്ട് അഭ്യർത്ഥിക്കും. എന്തായാലും പതിവിലധികമായിട്ട് ഇത്രയും നാൾ കാണാത്ത ഒരു കാഴ്ച, മാറാത്തത് മാറും എന്ന് പറയുന്ന പോലെ NDAയുടെ മുദ്രാവാക്യമായ മാറാത്തത് മാറും എന്നതുപോലെ പത്തനാപുരത്ത് ശ്രീ അനിൽ പിള്ളയ്ക്കും അതേപോലെ മാറാത്തത് മാറി ഒരു ചിഹ്നത്തിൽ കൂടി, അല്ലെങ്കിൽ ഇതുവരെ ജയിച്ചു വന്ന കാലഘട്ടങ്ങളെല്ലാം മാറിക്കൊണ്ട് ജയിച്ചു വന്ന രീതികളല്ലാതെ പുതിയ ഒരു രീതിയിൽ പുതിയ ഒരു MLA ഇവിടെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇവിടുത്തെ ജനങ്ങളോടൊപ്പം അനിൽ പിള്ള നിൽക്കുന്നത്. എന്തായാലും അത്തരത്തിലൊരു ഇനി വെറും ചുരുങ്ങിയ ദിവസം കൊണ്ട് മുൻകാലങ്ങളിൽ ചെയ്തിരുന്ന വോട്ടേഴ്സുകാർ അല്ലെ ജനങ്ങൾ മാറി ചിന്തിച്ചതുകൊണ്ട് പുതിയൊരു ചിഹ്നത്തിൽ ചക്ക എന്ന് പറയുന്ന ചിഹ്നത്തോടു കൂടി വോട്ട് ചെയ്ത് 2020 സ്ഥാനാർത്ഥിയായിട്ട് വന്ന ശ്രീ അനിൽ പിള്ളയെ ജയിക്കും എന്നാണ് വിശ്വാസം. എന്തുകൊണ്ട് ഇന്ന് ഞായറാഴ്ചത്തെ പ്രവർത്തനമൊക്കെ എങ്ങനെ ഇരിക്കുന്നു? നല്ല അഭിമാനവും ശക്തിയും തരുന്ന ഒരു പ്രവർത്തനമായിരുന്നു. പള്ളികളിലും അമ്പലങ്ങളിലുമൊക്കെ പോയിട്ടുണ്ട്. രാവിലെ ഒത്തിരി ആൾക്കാരെ കാണാൻ പറ്റി. എല്ലാവരെയും ആശംസ ഉണ്ട്. തീർച്ചയായിട്ടും വിജയം ഉറപ്പാക്കിയ. പത്തനാപുരത്ത് പുതിയ ഒരു ചിഹ്നമാണ് വന്നിരിക്കുന്നത്. ചിഹ്നത്തെക്കുറിച്ചോ നമ്മൾ ചക്കയായിട്ടാണ് നേരിട്ട് പോയി കാണുകയൊക്കെ ചെയ്യുന്നത്. അത്തരത്തിൽ അവർ കാണുമ്പോഴും ചിഹ്നത്തെക്കുറിച്ചൊക്കെയുള്ള പ്രതികരണം എങ്ങനെയാണ് ജനങ്ങളുടെ ഇടയിൽ? ചിഹ്നം തീർച്ചയായിട്ടും ഒരു ഐഡൻറ്റിറ്റിയാണ്. ചക്കയ്ക്ക് അതിൻ്റേതായ ഒരു മഹാത്മ്യമുണ്ട്, അത് അക്സെപ്റ്റൻസും ഉണ്ട്. ചക്കയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിരുന്നാലും അത് തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് സൈനാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. ഒരു പൊതു കാര്യം പറയാം. എനിക്ക് ഓർമ്മയുള്ള കാലം തൊട്ട് ഏതാണ്ട് 40 വർഷം കൊണ്ട് ഈ കോട്ടോട്ടം ജംഗ്ഷൻ തൊട്ട് കോട്ടോട്ടം അമ്പലം വരെയുള്ള റോഡ് കഷ്ടിച്ച് 3-4 കിലോമീറ്ററേ ഉള്ളൂ. ഈ കുഴി അടച്ച് പോകുന്നതല്ലാതെ ഇന്ന് വരെ അതിൻ്റെ അകത്തൊരു ഫുൾ ടാറിങ് വന്നിട്ടില്ല. ആ റോഡിൻ്റെ അവസ്ഥ ഇപ്പം നിങ്ങൾ പോയി നോക്കിക്കും. 25 വർഷമായിട്ട് ഒരു MLA ഒക്കെ ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹം കണ്ടില്ലേ? MLA ഉണ്ട്, MP ഉണ്ട്, സകല ആൾക്കാരും ഉണ്ട്, സർക്കാരും ഉണ്ട്, LDF ഉണ്ട്, UDF ഉണ്ട്. പക്ഷേ ഇന്ന് വരെ കുഴി അടച്ചിട്ട് തുപ്പൽ വെച്ച് ഒട്ടിച്ച് പോവുക, മലയാളത്തിൽ പറഞ്ഞു. അതല്ലാതെ ഈ റോഡ് ഇന്ന് വരെ ആയിട്ടില്ല. നിങ്ങൾ ധൈര്യമായിട്ട് ഇട്ടോ ഇത് ചാനലിനകത്ത്. അപ്പോൾ ഇതിനെല്ലാം ഒരു മാറ്റം പുതിയ ചക്ക ചിഹ്നത്തിൽ മത്സരിക്കാൻ വന്ന 2020 നേട്ടമാകുമോ? ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഒരു മാറ്റത്തിന് തീർച്ചയായിട്ടും ഞങ്ങൾ കൈയെടുക്കാൻ തയ്യാറാണ്. ഒരു മാറ്റം തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. കഷ്ടിച്ച് 3 കിലോമീറ്റർ റോഡേ ഉള്ളൂ. ഇന്ന് വരെ അത് ചെയ്തിട്ടില്ല. കുറേ തുപ്പലുണ്ട്, കുറേ ചരലുണ്ട്, അവിടെ ഇടും, തുപ്പലുണ്ട് ഒട്ടിക്കും. ഇപ്പോഴും പോയി നോക്കിയാൽ കള്ളാന്നാണ് പറയുന്നത്. ആ ഒരു നല്ല റോഡുണ്ടോ? നിങ്ങൾ തന്നെ പോയി ആ റോഡിൻ്റെ തന്നെ വീഡിയോ എടുത്തോ നിങ്ങൾ തന്നെ.